ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ FC മൊബൈലാണ് ഗായ്സ് കളിക്കാൻ പോകുന്നത്. FC മൊബൈൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്വാഡൊന്ന് കാണിച്ചു തരാം. അത്ര വലിയ സ്ക്വാഡൊന്നും അല്ല, ചെറിയൊരു സ്ക്വാഡാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള കളിക്കാൻ തുടങ്ങിയിട്ട് നല്ല നൈസ് സ്ക്വാഡൊക്കെ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ റൊണാൾഡോ ഉണ്ട്, ഫോർലാൻഡ്, ഐമർ ഉണ്ട്. ഇവരാണ് പറയാനുള്ള ഒരു പ്ലേസ്. പിന്നെ ഗബ്രിയാലും, ഇവരൊക്കെ നല്ലൊരു പ്ലേസാണ്. പിന്നെ നമുക്ക് പാക്ക് ഓപ്പണിംഗ് ഉണ്ട് ഗൈസ്. അപ്പോൾ പാക്ക് ഓപ്പണിംഗ് വേണമെങ്കിൽ അടിയിൽ പാക്ക് ഓപ്പണിംഗ് എന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ID ഇട്ടാ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേണമെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ഇട്ടോ. അപ്പോൾ മുത്തു67 ആണ് എൻ്റെ ID. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഒരു മാച്ചിന് പോയിട്ട് വരാം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇനി റാങ്ക് പുഷ് മാച്ച് ഇല്ലേ, നമ്മൾ ഈ ഫുട്ബോളിലെ റാങ്ക് പുഷ് മാച്ച് കളിക്കുമ്പോൾ കളിക്കാറില്ലേ. അപ്പോൾ ഇനി അത് സ്കൂൾ തുറക്കാൻ പോവാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാം സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റാങ്ക് പുഷ് മാച്ചൊന്നും ഡെയിലി ഇടാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി മറ്റേ കോയിൻ സേവിങ്ങിൻ്റെ അതുണ്ടാവും, അല്ലാണ്ട് റാങ്ക് പുഷ് മാച്ചൊന്നും ഡെയിലി ഇങ്ങനെ ഉണ്ടാവില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ ഞായറാഴ്ച, ഒരാഴ്ച ശനി ഞായർ അങ്ങനെ ഇടാം, നോക്കാം. പിന്നെ കോയിൻ സേവിങ്ങിൻ്റെ സീരീസ് എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ മാക്സിമം അതെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ FC മൊബൈലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു സീരീസ് പോലെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ കമൻറ്റ് ഇട്ടാൽ മതി, അത് ചെയ്യാം. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഫോർലാനാണ് ആദ്യം. ഫോർലാന്, റൊണാൾഡോ, താഹൊക്കെ സീനാണ് കേട്ടോ. താഹിൻ്റെ കാർഡൊക്കെ അടിപൊളിയാണ്. താഹ് എന്താ നല്ല ഫിസിക്കാലിറ്റി, നല്ല ഹൈറ്റും നല്ല ജമ്പിങ്ങും അതൊക്കെ ഉണ്ട്. കോർണറിനൊന്നും പിന്നെ ആരും പേടിക്കൊന്നും വേണ്ട. നല്ലൊരു പ്ലെയറാണ് കേട്ടോ. ഫോർലാൻഡ് പിന്നെ എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഫോർലാൻഡ് ഷൂട്ടിങ്ങാണ്. എന്ത് ഷൂട്ടിങ്ങാണ് ചെങ്ങായി പടക്കേറി. ജാതി ഷൂട്ടിങ്ങുള്ള പ്ലെയറാണ്. വേറെ റൊണാൾഡോ അല്ലാണ്ട് വേറെ ആരും ഉണ്ടാവില്ല, അത്ര അധികം ഷൂട്ടിങ്ങോടെ വേണം. അപ്പോൾ നമുക്ക് ഒരു ഗോളൊക്കെ അടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഐമറാണ്. ഐമറിൻ്റെ പാസിങ് നൈസ് പാസിങ് ആണ് കേട്ടോ ഐമർ. ഫോർലാന് പക്ഷേ കിട്ടിയില്ല. അല്ലെങ്കിൽ നമുക്ക് ഫോർലാനെ കൊണ്ട് അടുപ്പിക്കായിരുന്നു, കിഡ് സാധനം അടുപ്പിക്കായിരുന്നു. എന്തായാലും ഗബ്രിയാലൊക്കെ എടുക്കണുണ്ടോ, പക്ഷേ ഫൗളായിട്ടോ. ഫോർലാൻ ഇവിടെ പോയി മാർക്ക് ചെയ്യണത് നല്ലതാണ്. ഞാൻ വാങ്ങണ്ട് ഇട്ട് കൊടുക്കും. പറഞ്ഞില്ലേ മോനെ. കിട്ടി ശേ കിട്ടിയില്ലടാ. കിട്ടിയിടാ ഗബ്രിയാലേ, അത്രയുള്ളടാ. അപ്പോൾ നമ്മളെ ഫോർലാൻ കിട്ടിയിട്ടുണ്ട്. ഫോർലാൻ പാസ് കൊടുക്കും, കെടുന്നിട്ടൊക്കെ പാസ് കൊടുക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ ഓടുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ സുയാണ് ഓടുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ അയ്യോ റൊണാൾഡോ കിട്ടിയില്ല കേട്ടോ. എന്തായാലും നൈസ് ഒരു റണ്ണൊക്കെ ആയിരുന്നു റൊണാൾഡോയുടെ. എന്തായാലും ഓപ്പോണൻ്റ് ഒരു റണ്ണിന് പോകുന്നുണ്ട്. ഗോളാവുമോ ഇല്ല. നമ്മളെ താഹ് കുട്ട രക്ഷിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ പാസ് കൊടുത്ത് കളിക്കാം. എങ്ങനെയാലും ഒരു ഗോള് അടിക്കണം. വേഗം റൈസ്. ഐമറിൻ്റെ റണ്ണും പാസിങ്ങും ഒക്കെ സീനാണ് കേട്ടോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോർലാൻ പാസ് കൊടുക്കാൻ കുറച്ച് വൈകി ഉണ്ടായത്. അപ്പോൾ പിന്നെ ഞാൻ ക്ലിയർ ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്തിടാം. ക്രിസ്ത്യാനോ റൊണാൾഡോ എടുക്കള. പിന്നെ നമുക്ക് റൊണാൾഡോനെ ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുതിയ ഇവൻറ്റ് വന്നിട്ടില്ലേ, മറ്റേ 110 to 120, അതിൽ നിന്നാണ് റൊണാൾഡോനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഷാർട്സ് കൊടുത്തിട്ടാണ് ഞാൻ ഫോർലാൻ എടുത്തത്. ഒന്നും സ്പിൻ ചെയ്തിട്ട് കിട്ടിയല്ല. ഫോർലാൻഡൊക്കെ പാക്ക് വന്നില്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ FC മൊബൈൽ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഫോർലാൻഡോട് നല്ല ഇഷ്ടമാണ്. ഈ ഫുട്ബോളിൽ ഫോർലാൻഡ് ആയിരുന്നു. അതിൻ്റെ ഷൂട്ടിങ്ങും ഇതൊക്കെ നല്ല പവറും അതൊക്കെ ഇഷ്ടമാണ് ഫോർലാനെ. അപ്പോൾ നമ്മൾ ഫോർലാൻ തന്നെ എടുത്തു. ഞാൻ ഈ ബാറ്റ് ഷീറ്റനെ പിന്നെ ഇവരൊക്കെ എടുക്കായിരുന്നു. അതെന്താ കാട്ടിപ്പോയ വേണമെങ്കിൽ നമുക്ക് ഇവരൊക്കെ എടുക്കായിരുന്നു, മറ്റേ ഡ്രോഗ്ബാനൊക്കെ എടുക്കായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എടുത്തില്ല. അപ്പോൾ നമ്മൾ ഗോളി നൈസിൽ സേവ് ഇട്ടിട്ടുണ്ട്, ഭാഗ്യമുണ്ട്. ഈ ഗോളിന് നമുക്ക് എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ മറ്റേ ഇവിടുന്ന് കിട്ടി. നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ തോന്നുന്നു കിട്ടിയത്. പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഗോളിനെ കിട്ടി. 115 ഗോളിയാണ്. നമ്മൾ 120 ആക്കി വെച്ചൊക്കെയാണ്. അതായത് നൈസ് ഗോളി തന്നെയാണ്. ഒരാളും ഗോളില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്.
അപ്പോൾ ഒഡേഗാർഡ്, ലൂയിസ് ഫിഗോ, ഗബ്രിയാൽ താഹെ അത്രയുള്ളൂ. റൈസ് എടുത്തിട്ടുണ്ട്. റൈസിനൊക്കെ ഇടുന്നതുകൊണ്ടൊക്കെ ഒരു പാസ്സാണ് റൈസിൻ്റെ. ഐമർ, ഫോർലാന്, സാനേനെ പിന്നെ എല്ലാവർക്കും ഫ്രീ കിട്ടുന്നതാണ്. ഞാൻ സാനേനാണ് ഇന്ന് എടുത്തത് തന്നെ. എനിക്ക് കാരണം റൈറ്റിങ് വേണ്ടായിരുന്നു. എൻ്റെ 116 എൻട്രിക്ക് വരുന്ന റൈറ്റിങ് ഞാൻ അട്ടക്കണത്. എന്നിട്ട് അതിനെ മാറ്റി നമ്മൾ റിലീസ് ചെയ്തു. നമുക്ക് കുറേ ഷാർട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് പ്ലേയേഴ്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇനി ആദ്യം ഇതിലേക്ക് കയറിയ സമയത്തേക്ക് നല്ല ലക്കായിരുന്നു കേട്ടോ. ഒരു സ്പിന്നിൽ സ്ലോബസ്ലായും എക്കിറ്റിക്കയും അവരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ റിലീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വലിയ കാര്യം ഉണ്ടായിരുന്നു. ഒരു ക്ലോസ് വെച്ച് നോക്കാം, പക്ഷെ കിട്ടിയില്ല. റൈസിന് കിട്ടുകയാണെങ്കിൽ എന്തായാലും കൊള്ളാം. നല്ലൊരു ചാൻസാണ്. ഒരു ഷൂട്ട് പഠിച്ചു നോക്കാം, പക്ഷെ കിട്ടിയില്ല. റൊണാൾഡോക്കും കിട്ടിയില്ല. കോർണറില്ല അല്ലേ, മൂഞ്ചി പോയി. റൊണാൾഡോ ഇവിടെ പോയിന്നോ, ഇങ്ങോട്ട് നിന്നോ, അല്ലേ വേണ്ട അങ്ങോട്ട് ഞെക്കാം കടാ. അവ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അത് നമ്മളെ മൂന്നിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഐമറാണ്. പക്ഷേ എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ നിൽക്കുന്നുണ്ട്. ഞാൻ അവൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും കടാ. പറഞ്ഞില്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്തായാലും നമ്മളെ എടുത്തുണ്ട്, ചെക്ക് എടുത്തുണ്ട്. റൊണാൾഡോ, ഫോർലാൻ്റെ പാസ്, റൈസ് ലാസ്റ്റ് ചാൻസാണ്. ഫോർലാനാണ്. എന്താണ് കാട്ടുക. എന്തായാലും ഫോർലാൻ പക്ഷെ കിട്ടിയില്ല. ഐമറാണ്. ഒരു പാസ് വെച്ചിട്ടുണ്ട്. പക്ഷേ സാനൊക്കെ എന്താണ് ഇങ്ങനെ കളിക്കുന്നു. എക്സ്ട്രാ ടൈം കളിക്കണ്ടല്ലേ അല്ല, എക്സ്ട്രാ ടൈം ഉണ്ടാവില്ലല്ലോ. സമനിലയായി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സമനിലയായി. നമുക്കൊരു ചാൻസ് കിട്ടിയിട്ട് നല്ല ഷുവർ ചാൻസാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് ഗോളാക്കാൻ പറ്റിയില്ല. പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ്? ഫോർലാൻ. നമ്മുടെ ഫോർലാനാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. അവൻ്റെ ഒഡേഗാർഡ് 11 പാസ്സായിട്ട് പ്ലെയർ ഓഫ് ദ മാച്ചിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. എന്നാലും അവൻ ഗോളൊന്നും അടിച്ചില്ല. നമ്മുടെ ഫോർലാനും ഗോളടിച്ചാണ്. ആരും ഗോളടിച്ചില്ല. സമനിലയല്ലേ. എന്തായാലും നമുക്ക് ലെവൽ കൂടി 36 ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലെവൽ. അപ്പോൾ കളിക്കാനുള്ള ഒരു റിക്വസ്റ്റ് ഇട്ട് നമ്മളെ സെറ്റ് ചെയ്യും. പിന്നെ എപ്പോഴേലും കളിക്കാണ്ട് വന്നാൽ മതി. ബാക്ക് ഓപ്പണിങ് ആണെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് സെറ്റാക്കാം ബാക്ക് ഓപ്പണിങ്ങിൻ്റെ. അപ്പോൾ നമ്മളതിൽ ഒരു 8 ഡ്രാഫ്റ്റാണുള്ളത്. നമുക്ക് ബാക്ക് ഓപ്പൺ ചെയ്യാം. ഐക്കണിൻ്റെ ഇത് നമുക്ക് ബാക്ക് ഓപ്പൺ ചെയ്യാം. യൂട്ടോട്ടിയുടെ ബാക്ക് ഓപ്പൺ ചെയ്യാനില്ല കേട്ടോ ഗൈസ്, തീരെ ഇല്ല. ജംസൊക്കെ കുറേ പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 8 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് 8 എണ്ണം തുറക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് തുറക്കാം വേണമെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ അപ്പം തന്നെ സെറ്റാക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ. നമ്മുടെ സ്കോഡ് കാണിക്കലും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.